നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെൻഡർ പ്രോപ്പ് പാറ്റേൺ ആണ് അബ്സോർബ് ചെയ്തത്. ഇത് റെൻഡർ പ്രോപ്പ് പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ ഇപ്പം ഇവിടെ എന്ന് പറയുന്നത് സബ്മിറ്റ് ബട്ടൺ നമുക്ക് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ. ഓക്കെ, ഞാൻ ഇവിടെ ആദ്യത്തെ എറർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സബ്മിറ്റ് ബട്ടൺ ഇൻവാലിഡ് സബ്മിറ്റ് ബട്ടൺ ഡിസേബിൾ ആയി. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്, എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. അപ്പം നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ അന്നേരം കുറച്ച് എറേഴ്സ് ഒക്കെ വന്നായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇവിടെ ഫോമിക് എന്ന് പറഞ്ഞത് നമ്മൾ ഫോമിക് ഇനിഷ്യൽ വാല്യൂസ് സ്കീമ കൊടുക്കുന്ന ഈ ഒബ്ജക്റ്റിന് ശേഷം ഒരു സിമ്പിൾ ബ്രേസസിനകത്ത് നമ്മൾ റെൻഡർ പ്രോ പാറ്റേൺ ഇടുകയാണ്. ആ ബ്രേസസിനകത്താണ് ഫോമിക് ഇംപ്ലൈസ് ഒരു കൺസോൾ ലോഗ് ഓഫ് ഫോമിക് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ഇത്രയും നേരം എഴുതിയ അത്രയും ഫോം ഒബ്ജക്ട്സ് അവിടെ വരും. അതിനുശേഷം ആ രണ്ട് കേർലി ബ്രേസസ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഞാനിത് റിമൂവ് ചെയ്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെയായിരുന്നു നമ്മുടെ ആക്ച്വൽ ഫോം വരുന്നത്. ഇതിനകത്ത് ആദ്യം ഒരു കേർലി ബ്രേസസ് ഇട്ട് കൊടുത്ത് ഈ എൻറ്റയർ ഫോമിനെ അതിനകത്താക്കും. which we are telling that we are writing something there. അതിനുശേഷം നമ്മൾ ഫോമിക് അല്ലെങ്കിൽ പ്രോപ്സ് എന്താണോ വേരിയബിൾ, ഒരു വേരിയബിൾ എടുക്കുന്നു and we will write to like a variable there. അവിടെ console log dot of ഞാനിവിടെ ഫോമിക് തന്നെ ഇടുകയാണ്. ഫോമിക് അതിനുശേഷം താഴെ ചെന്നിട്ട് ഈ ഒരു ബട്ടൺ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്ത ബട്ടൺ താഴെ ഈ ഒരു ക്ലോസസ് കൂടെ ക്ലോസ് ചെയ്യുന്നു. then coming to the top again, ഈ എൻറ്റയർ സംഭവം നമ്മൾ പിന്നീട് കാണിക്കുന്നത്, നമ്മൾ ഇത് പിന്നീട് എഴുതേണ്ട റിട്ടേൺ എന്നതാണ്. JSX നമ്മൾ എപ്പോഴും ഈ ഒരു ഫോമിന് റിട്ടേൺ ചെയ്യണം. ആ JSX നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം single react element. Let me check once again. This will go somewhere here, right? ഫോമിക്കിന് പുറത്താണ്. This is not extra braces ആണ്. ഇപ്പൊ ശരിയായിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് നമുക്ക് ഇനി അതിനുശേഷം ഡിസേബിൾഡ് ഈക്വൽ ടു നെഗേഷൻ ഫോമിക് ഡോട്ട് ഈസ് വാലിഡ്. ഈസ് വാലിഡ് എന്നൊരു സംഭവം ആക്ച്വലി സ്പീക്കിംഗ് എന്ത് നോക്കില്ല, ഇറ്റ് വിൽ നോട്ട് ചെക്ക് ഫോർ ഡേർട്ടി ഫീൽഡ്. അതായത് ഈ ഫീൽഡ് ഓൾറെഡി യൂസർ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേർട്ടി എന്ന് പറയുന്ന ഫ്ലാഗ് ട്രൂ ആവും. ആ ഫ്ലാഗ് ട്രൂ ആവോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാതെയാണ് ഈസ് വാലിഡ് ജസ്റ്റ് ചെക്ക് വെദർ ദ യൂസർ ഇസ് വാലിഡ് അറ്റ് ദ ടൈം. നമുക്കിവിടെ ഫോമിക് ഡോട്ട് ഡേർട്ടി, ദ യൂസർ ഇസ് ഓൾറെഡി ഇന്ററാക്ട് വിത്ത് ദ ഫോം ആൻഡ് ദ ഫോം ഇസ് നോട്ട് വാലിഡ്, ദെൻ ഡിസേബിൾ ദി ഫോം എന്ന് പറയാം. ഓർ അതല്ല എന്നുണ്ടെങ്കിൽ നെഗേഷൻ
അതായത് ഒന്നെങ്കിൽ user didn't interact with the form. Is form dirty? Is negation form dirty? Form dirty means user didn't interact with the form. Negation form is valid means the form is invalid. If either the form is invalid or if the user didn't interact with the form, disable the form submit. അപ്പോൾ നോക്കിക്കേ ഓൺ ലോഡിൽ ഇത് ഫോം സബ്മിറ്റ് ഡിസേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഡേറ്റ ഇവിടെ ആഡ് ചെയ്യാണ്. അതിനകത്തുള്ള ഡേറ്റാസ് ഇടുന്നു. ട്വിറ്റർ വിൽ ബി twitter.com. ശേഷം ഐ എം ജസ്റ്റ് ക്ലോസിങ് എവറിത്തിങ് ആൻഡ് ക്ലിക്കിംഗ് ദ സബ്മിറ്റ്. You can see the data getting coming over here. അതുപോലെ തന്നെ ഫോമിക്കിനകത്ത് എന്താ വാല്യൂസ് ചേഞ്ച് ചെയ്യാം. ഡേർട്ടി എന്ന് പറയുന്നത് ട്രൂ ആയി. ഫോമിക്കിനകത്ത് ആദ്യം നമ്മൾ പ്രോപ്സിനകത്ത് പാസ് ചെയ്ത ഫോമിക്സിനകത്ത് എന്തെല്ലാം ഡേറ്റ വരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഗെറ്റ് ഫോം ഹെൽട്ടേഴ്സ്, ഗെറ്റ് മെറ്റാ ഡേറ്റ, get handle change, handle reset, handle submit, initial errors, initial status, initial touch, is submitting, is validating, is registered form, reset form, set field error, set field touch. അങ്ങനെ കുറേ സാധനങ്ങൾ, set status, set touch, set values, അങ്ങനെ കുറെ submit count ഇവിടെ വരുന്നുണ്ട്. Let's click once more and see what is the count coming in. ഇവിടെ എവിടെയായിരുന്നു സബ്മിറ്റ് കൗണ്ട്? ഈ സബ്മിറ്റ് കൗണ്ട് 3 തവണ ഈ വാല്യൂസ് വെച്ച് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ റെൻഡർ പ്രോപ്പ് പാറ്റേൺ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ രീതിയിൽ ഈ സബ്മിറ്റ് ബട്ടനെ നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ഡേറ്റ ഇവിടെ കാണുന്നത് അത്ര നല്ല കാര്യമല്ല. ആ ഡേറ്റ നമുക്ക് റീസെറ്റ് ചെയ്ത് പോകാൻ പറ്റും. ആ ഡേറ്റ എങ്ങനെ റീസെറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഓൺ സബ്മിറ്റ് ഇവിടെ കുറച്ച് ഓൺ സബ്മിറ്റ് പ്രോപ്സ് ഇവിടെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഓൺ സബ്മിറ്റ് പ്രോപ്സ് ഡോട്ട് റീസെറ്റ് ഫോം വിളിക്കാം. Let's see. ഓൺ സബ്മിറ്റുള്ള ഡേറ്റ നമുക്ക് റീസെറ്റ് ആയി കിട്ടുകയും ചെയ്തു, ബട്ടൺ ഡിസേബിൾ ആകുകയും ചെയ്തു.